ഇന്നലത്തെ എപ്പിസോഡിന്റെ അവസാന ഭാഗത്ത് ഒരു പ്രത്യേക രംഗം ചിത്രീകരിക്കപ്പെടുകയുണ്ടായി. അതായത് അഭിഷേക് ശ്രീകുമാറും പൂജയും കൂടി ഒരുമിച്ചുള്ള ഒരു സംസാരമാണ്. ആ സംസാരത്തിൽ അഭിഷേക് തൻ്റെ അമ്മയ്ക്ക് ഒരു കത്തെഴുതി. മദേഴ്സ് ഡേയിൽ കത്തെഴുതിയത് ഓർമ്മയുണ്ടാകുമല്ലോ എല്ലാവരും. ആ കൂട്ടത്തിൽ അഭിഷേക് മരണപ്പെട്ടു പോയ തൻ്റെ അമ്മയ്ക്ക് ഒരു കത്തെഴുതുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. ഇന്നലെ ബിഗ് ബോസ് വീട്ടിലുള്ള വൈകാരിക മുഹൂർത്തങ്ങൾ ഓരോന്നോരോന്നായി ബിഗ് ബോസ് ആ മത്സരാർത്ഥികളെ ഓരോരുത്തരെയും പ്ലേ ചെയ്ത് കാണിച്ചപ്പോൾ ഈ ഒരു കത്തിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ അദ്ദേഹം വായിക്കുന്നതും അതിനകത്ത് വന്നിട്ടുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ മുതൽ ചങ്ങായി വല്ലാത്ത മൂഡ് ഓഫ് ആയിട്ടിരിക്കുകയാണ്. പൂജയോട് അദ്ദേഹം പറയുന്ന കാര്യം ഇങ്ങനെയാണ്: ആ കത്തിൻ്റെ അവസാനം ഒരു വരി ഞാൻ ഇങ്ങനെ എഴുതിയിട്ടുണ്ടായിരുന്നു, നീ ഇതിൻ്റെ പേരിൽ പിന്നീട് ഖേദിക്കും എന്നുള്ളത്. അതങ്ങനെ തന്നെ സംഭവിച്ചു. അഭിഷേക് എന്താണ് ഇവിടെ പറഞ്ഞു വരുന്നത്? നമ്മൾ മൂഡ് ഓഫ് ആയിരിക്കുന്നത്, നമ്മുടെ കണ്ണ് നിറയുന്നത്, നമ്മുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും ഒരു ദുഃഖമുണ്ട് എന്നുള്ളത്, ഇതൊന്നും ആരും ഒരിക്കലും അറിയുവാൻ പാടില്ല. നമ്മുടെ പ്രശ്നങ്ങൾ അത് നമ്മുടേത് മാത്രമായിരിക്കണം. അതിൻ്റെ പേരിൽ ആരും നമ്മളെ സഹതാപത്തോടു കൂടി ഒന്ന് നോക്കാൻ പോലും പാടില്ല. എനിക്കത് ഇഷ്ടമല്ല. മദേഴ്സ് ഡേയിൽ ഈ കത്തെഴുതുന്ന സമയത്തെക്കുറിച്ച് തന്നെ അദ്ദേഹം പറയുന്നുണ്ട്, എനിക്ക് താല്പര്യമില്ലായിരുന്നു, പക്ഷേ സായി ഉൾപ്പെടെയുള്ള ആൾക്കാർ എന്തെങ്കിലും എഴുതടാ എന്ന് എന്നോട് നിർബന്ധിച്ചത് കൊണ്ട് എഴുതി പോയതാണ്. പക്ഷേ ഞാൻ ചോദിക്കുന്നത്, കണ്ണുനീര്, സങ്കടം, ദുഃഖം ഇതൊക്കെ മറ്റുള്ളവരുടെ മുമ്പിൽ വെളിപ്പെടുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്ര മോശമായൊരു കാര്യമാണോ? അതൊരു കോംപ്ലക്സിന്റെ ഭാഗമായിട്ട് മാത്രമേ എനിക്ക് കാണുവാൻ കഴിയുകയുള്ളൂ. മാനുഷിക വികാരങ്ങളാണ് ഇതൊക്കെ. ചിരിച്ചുകൊണ്ട് മാത്രം നെഞ്ചുയർത്തിപ്പിടിച്ച് എല്ലാവരുടെയും മുൻപിൽ നിൽക്കുക എന്നുള്ളത് മാത്രമല്ല മനുഷ്യന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ കയറ്റിയിറക്കങ്ങൾ ധാരാളമുണ്ട്. അത്തരത്തിലുള്ള വേലിയേറ്റങ്ങളും വേലിയിറക്കങ്ങളും ഒക്കെ സംഭവിക്കുമ്പോൾ ചിരിയും കരച്ചിലുമെല്ലാം സമ്മിശ്ര വികാരങ്ങളായി മനുഷ്യ ജീവിതത്തിൽ വെളിപ്പെട്ടു വരികയും ചെയ്യും. അതൊക്കെ മറ്റുള്ളവർ കണ്ടാൽ, അതായത് എൻ്റെ സന്തോഷത്തിൻ്റെ പാർട്ട് മാത്രമേ മറ്റുള്ളവർ കാണാൻ പാടുള്ളൂ, ഞാൻ കരയുന്നത്, ഞാൻ ദുഃഖിക്കുന്നത് മറ്റാരും കാണാൻ പാടില്ല എന്ന് ശാഠ്യം പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ അയാളുടെ ജീവിതം വലിയ ക്ലേശത്തിലും സങ്കടകരമായ അനുഭവത്തിലും പോകും. മാത്രമല്ല അയാളെ സമൂഹം കാര്യമായി തെറ്റിദ്ധരിക്കാനും സാധ്യതയുണ്ട്. വാസ്തവത്തിൽ ബിഗ് ബോസ് വീട്ടിൽ ഒരു മത്സരാർത്ഥിയായി വൈൽഡ് കാർഡിൽ കൂടി കയറി വന്ന അഭിഷേക് ഒറ്റ ദിവസം മാത്രമാണ് ചർച്ചാ വിഷയമായി മാറിയത്. അത് അഭിഷേക് ജയദീപുമായിട്ടുണ്ടായിരുന്ന ഒരു ഉരസലാണ്. ഒരു സ്റ്റേറ്റ്മെന്റ് താൻ പറഞ്ഞത് കേരളത്തിലെ വലിയൊരു ശതമാനം ആൾക്കാർക്കും ഇഷ്ടപ്പെട്ടു. മഞ്ഞക്കാടൊക്കെ തനിക്ക് ലഭിച്ചെങ്കിലും ആ ഒരു സ്റ്റേറ്റ്മെന്റിന്റെ പേരിൽ വലിയ സപ്പോർട്ടൊക്കെ, ബഹുജന പിന്തുണയൊക്കെ തനിക്ക് ലഭിക്കുകയും ചെയ്തത് നമുക്കറിയാം. എന്നാൽ അതിനുശേഷം ഒരു ബീൻ ബാഗിൽ ഒതുങ്ങിപ്പോയ അഭിഷേകിനെയാണ് നമ്മൾ പിന്നീട് കാണുന്നത്. അപ്പൻ വന്നിട്ട് അഭിഷേകിനോട് പറയുന്നുണ്ട്, നീ ഒരൊറ്റ ഇരിപ്പ് മാത്രം ഇരിക്കാതെ ഇവിടെ ഇഷ്ടംപോലെ സ്ഥലമൊക്കെ ഉണ്ടല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എഴുന്നേറ്റൊന്ന് നടക്കുകയെങ്കിലും ചെയ്യും. അപ്പോൾ നമ്മളൊക്കെ പറയുന്നത് സത്യമാണ് എന്ന് അഭിഷേകിന്റെ അച്ഛനും തോന്നിയിട്ടുണ്ട്. ഇയാൾക്ക് ഒരു പണിയില്ലാതെ ഒരിടത്ത് മാറി കുത്തിയിരിക്കുക, ഇതിനുവേണ്ടിയാണോ ബിഗ് ബോസിലേക്ക് വന്നത് എന്ന്. രണ്ടാമത് അയാൾ ചർച്ചയായി മാറിയത് ഈ മദേഴ്സ് ഡേയിൽ അമ്മയ്ക്ക് കത്തെഴുതിയ വിഷയത്തിലാണ്. അമ്മയ്ക്ക് ആ കത്തെഴുതിയതാണ് വാസ്തവത്തിൽ അഭിഷേകിന് വലിയ മൈലേജ് ഉണ്ടാക്കുകയും വലിയൊരു കൂട്ടം അമ്മമാർ, നീ എൻ്റെ മകനാണ്, അല്ലെങ്കിൽ അവൻ ഞങ്ങളുടെ മകനായി ഞങ്ങൾ അവനെ ഏറ്റെടുക്കുകയാണ് എന്നൊക്കെ കേരളത്തിലെ ഒരു കൂട്ടം അമ്മമാർ വിളിച്ചു പറയാൻ തയ്യാറായതും ചേർത്ത് നിർത്തിയതുമൊക്കെ. ബിഗ് ബോസ് വീട്ടിലെ ഒരു സക്സസ് മത്സരാർത്ഥി എന്നൊരിക്കലും അഭിഷേക് ശ്രീകുമാറിനെ നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയില്ല. എന്തായാലും ടാസ്ക് നന്നായിട്ട് ചെയ്തു, അയാൾ ടിക്കറ്റ് ടു ഫിനാലെ വിൻ ചെയ്തു എന്നുള്ളത് അഭിനന്ദനാർഹമായ ഒരു കാര്യം തന്നെയാണ്. അതിനകത്ത് ആർക്കും അദ്ദേഹത്തെ എതിർക്കുവാനും കഴിയില്ല. പക്ഷേ ഇപ്പോൾ അദ്ദേഹം ഫൈനൽ 5 എത്തി നിൽക്കുന്ന സമയത്തും ഏത് കാരണം കൊണ്ടാണോ മലയാളി പ്രേക്ഷകർ തന്നെ ഏറ്റവും അധികം ഇഷ്ടപ്പെട്ടത്, അത് തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു വീക്ക്നെസ് ആയി പോയി, ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു മഹാപാപമാണ് താൻ ചെയ്തത് എന്നൊക്കെ സംസാരിക്കുകയാണ്. ഇവിടെ പൂജ അതിനൊരു മറുപടി കൊടുക്കുന്നുണ്ട്. നീ ഒരു മനുഷ്യനാണ് എന്നുള്ള കാര്യം ആദ്യം ഓർക്കണം. എന്ന് വെച്ചാൽ മനുഷ്യന് മാനുഷിക വികാരങ്ങളുണ്ട്. അതൊരിക്കലും സന്തോഷം മാത്രമല്ല, ദുഃഖമുണ്ട്, കണ്ണുനീരുണ്ട്, വേദനയുണ്ട്. ഇതൊക്കെ അതാത് സമയങ്ങളിൽ പ്രകടിപ്പിക്കുക തന്നെ വേണം. മനുഷ്യനെ മറ്റുള്ള മൃഗങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നതും ഈ വൈകാരിക പ്രകടനങ്ങളൊക്കെ തന്നെയാണ് എന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ സമൂഹത്തിൽ എവിടെ നിന്നോ വഴിതെറ്റി വന്ന ഒരു സന്ദേശമുണ്ട്: പുരുഷന്മാരൊരിക്കലും പൊതുനിരത്തിൽ വെച്ച് കണ്ണു നിറയ്ക്കുവാൻ പാടില്ല, കരയുവാൻ പാടില്ല. അങ്ങനെ സംഭവിച്ചാൽ അവനൊരു ലോക പരാജയമാണ് എന്ന് ഈ ഭൂമി മലയാളം വിലയിരുത്തും എന്നൊക്കെ ഒരു ചിന്തയുണ്ട്. അതുകൊണ്ട് തന്നെ പുരുഷത്വം എന്ന് പറഞ്ഞാൽ തല ഉയർത്തിപ്പിടിച്ച് നെഞ്ചുമൊക്കെ വിരിച്ച് മാസായിട്ട് നിൽക്കുക. എന്തെല്ലാം ദുഃഖങ്ങൾ, എന്തെല്ലാം നഷ്ടങ്ങൾ, എന്തെല്ലാം സങ്കടങ്ങൾ സംഭവിച്ചാലും ഒരിക്കലും ആ വികാരം പുറത്തു പ്രകടിപ്പിക്കുവാൻ പാടില്ല. അങ്ങനെ വന്നാൽ ഒരു തോൽവിയാണ്. പൂജ അതിന് കൃത്യമായൊരു മറുപടി അദ്ദേഹത്തോട് പറയുകയും ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. നിന്റെ മനസ്സിലെ ചിന്ത ഇതൊക്കെ വലിയ മാസാണെന്നാണ്. പക്ഷേ എത്ര നാൾ മനുഷ്യന് ഇങ്ങനെ പിടിച്ചു നിൽക്കുവാൻ കഴിയും? എൻ്റെ പ്രശ്നങ്ങൾ എൻ്റേത് മാത്രമായിരിക്കണം, എൻ്റെ വികാരങ്ങൾ ലോകം ഒരിക്കലും കാണുവാൻ പാടില്ല. ഒരുപക്ഷെ 1, 2, 10 അല്ലെങ്കിൽ 50, 60 പ്രാവശ്യം പിടിച്ചു നിൽക്കുവാൻ കഴിയും. എന്നാൽ ചിലപ്പോൾ അത് പൊട്ടി പുറത്തു വരേണ്ട സാഹചര്യം വരും, ഉറപ്പായിട്ടും വരും.
ആ ചോദ്യങ്ങൾക്കൊന്നും അയാൾക്ക് കൃത്യമായിട്ടുള്ള മറുപടിയില്ല. വരുന്ന കാലഘട്ടത്തിൽ, ഇപ്പോൾ ജീവിതം ആരംഭിച്ചതേ ഉള്ളൂ, വരുന്ന കാലഘട്ടത്തിൽ പ്രാരാബ്ധങ്ങൾ, പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, ഏറ്റവും പ്രിയപ്പെട്ടവരുടെ വേർപാടുകൾ, അങ്ങനെ പല കാര്യങ്ങൾ സംഭവിക്കുവാൻ സാധ്യതയുണ്ട് ഈ മനുഷ്യ ജീവിതത്തിൽ. ആ സാഹചര്യങ്ങളിലൊക്കെ എൻ്റെ കണ്ണൊരിക്കലും നിറയുന്നത് ലോകം കാണാൻ പാടില്ല, അതുകൊണ്ട് ഞാൻ ചിരിച്ചുകൊണ്ട് നിൽക്കും എന്നൊക്കെ പറയുവാൻ കഴിയില്ല. അങ്ങനെ വരുമ്പോൾ ആൾക്കാർക്ക്, ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് പോലും ചിലപ്പോൾ സഹതാപം മാത്രമേ തോന്നുകയുള്ളൂ. ഒരുപക്ഷെ അതിനപ്പുറത്ത് ചില തെറ്റിദ്ധാരണകളും ഉണ്ടാകാം. ഇവനൊക്കെ എന്തൊരു മനുഷ്യനാണ്, സ്വന്തം കൂടപ്പുറപ്പിന് അല്ലെങ്കിൽ അപ്പന് ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ട് പോലും അവനൊരു കുലുക്കം ഇല്ലാതെ നിൽക്കുന്നല്ലോ എന്നൊക്കെ പറയുന്നൊരു സാഹചര്യം സമൂഹത്തിന്റെ മുമ്പിൽ വാസ്തവത്തിൽ ഇട്ടുകൊടുക്കുകയാണ്. എല്ലാ സാഹചര്യത്തെയും കൂളായിട്ട് നേരിടുക, ആത്മസംയമനത്തോടു കൂടി എല്ലാ പ്രശ്നങ്ങളെയും സമീപിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യം തന്നെയാണ്. പക്ഷേ അത് ഇങ്ങനെയായി പോവുകയാണെങ്കിൽ അത് വലിയ ദുരന്തമായി മാറും എന്നുള്ളത് ഉറപ്പായ കാര്യമാണ്. എത്ര കാലം ഒരു മനുഷ്യന് ഇങ്ങനെ ജീവിക്കുവാൻ കഴിയും? ചില സാഹചര്യങ്ങളൊക്കെ മുമ്പിൽ വരുമ്പോൾ ഒന്ന് പൊട്ടിക്കരയണമെന്ന് തോന്നുന്ന അനുഭവങ്ങൾ ഉണ്ടാകും. പക്ഷേ കരയാൻ പറ്റില്ല. എന്താ കാര്യം? പണ്ട് ഇങ്ങനെയുള്ള ചില സ്റ്റേറ്റ്മെന്റുകളൊക്കെ പറഞ്ഞു വെച്ചുപോയി. അതുകൊണ്ട് ഇനി കരഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ എന്തു പറയും? അയ്യടാ, അന്ന് വലിയ വാചകടിച്ച് ഇവനാണോ ഇപ്പോൾ കണ്ണും നിറഞ്ഞ് കരഞ്ഞുകൊണ്ട് ഓടുന്നത് എന്ന് ചിലപ്പോൾ ആൾക്കാർ ചോദിക്കും. അതുകൊണ്ട് കരയാനും പറ്റില്ല. ഒരു വിധത്തിൽ അനാവശ്യമായ ഒരു ഭയത്തോടു കൂടിയുള്ളൊരു ജീവിതം തുടർന്നുള്ള കാലഘട്ടത്തിൽ നയിക്കേണ്ടി വരും. എന്നാ പിന്നെ നിസ്സാര കാര്യങ്ങൾക്ക് അങ്ങ് പൊട്ടിക്കരഞ്ഞ് അലറി വിളിച്ച് നടന്നേക്കാം എന്നാണോ? ഒരിക്കലുമല്ല. ഒരു മനുഷ്യനാകുമ്പോൾ അവന്റെ ജീവിതത്തിന്, അവൻ മുൻപോട്ട് വളർന്നു വരുന്ന സാഹചര്യത്തിൽ അവൻ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ട ഒത്തിരി കാര്യങ്ങളുണ്ട്. അതിനനുസരിച്ച് അവന്റെ വികാരങ്ങളെ നിയന്ത്രിക്കുകയും തുറന്നുവിടേണ്ട സാഹചര്യങ്ങൾ തുറന്നുവിടുകയും ഒക്കെ ചെയ്യണം. എന്തായാലും ഈ വിഷയത്തെക്കുറിച്ച് പ്രേക്ഷകരായ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ മറക്കരുത്. മറ്റൊരു അപ്ഡേഷനുമായി വീണ്ടും കാണാം.